വലിയ മുന്നേറ്റങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ പോലും നിർമ്മിത ബുദ്ധി അഥവാ എഐയുടെ രംഗത്ത് വരാനിരിക്കുന്നത് കടുത്ത മത്സരമാണെന്ന മുന്നറിയിപ്പുമായിട്ടാണ് ടെസ്ല സിഇഒ എലോൺ മസ്കിൻ്റെ പ്രഖ്യാപനം. എൻവിഡിയയുടെ അടുത്ത തലമുറ ബ്ലാക്ക് വെൽ ചിപ്പുകൾ ടെക് വ്യവസായത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എഐ രംഗത്ത് വർദ്ധിച്ചു വരുന്ന മത്സരത്തെക്കുറിച്ച് നിക്ഷേപകൻ ഗെവിൻ ബേക്കർ ഒരു പോഡ്കാസ്റ്റിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് മുന്നറിയിപ്പുമായിട്ട് ഇലോൺ മസ്ക് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. എൻവിഡിയയുടെ ബ്ലാക്ക് വെൽ ചിപ്പുകളിലേക്കുള്ള മാറ്റത്തിന് നേരിട്ട കാലതാമസമാണ് ഗൂഗിളിന് താൽക്കാലികമായി നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്. അല്ലാതെ ഈ നിലനിൽപ്പ് ഇപ്പോഴുള്ള ആധിപത്യം ഗൂഗിളിന് അത്ര കണ്ട് നിലനിർത്താൻ കഴിയില്ല എന്നതാണ് കൂടുതൽ ആളുകളും പറഞ്ഞു വെക്കുന്നത്. എഐ സംവിധാനങ്ങളുടെ നിർമ്മാണവുമായിട്ട് ഗൂഗിൾ വലിയ രൂപത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും അതത്ര കണ്ട് എൻവിഡിയയുടെ പിന്നാക്കം പോക്കിന് മാത്രമേ മുന്നോട്ട് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇത് ചെലവ് കുറക്കാൻ വളരെ എളുപ്പത്തിൽ ഗൂഗിളിന് സാധിക്കുമെന്നൊക്കെ അവകാശവാദങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ചെലവ് കുറഞ്ഞ രംഗമല്ല എന്നാണ് ഇലോൺ മസ്കിൻ്റെ വിലയിരുത്തലുകൾ. ബ്ലാക്ക് വെൽ ചിപ്പുകൾക്ക് 2026 എഐയുടെ സാമ്പത്തിക ശാസ്ത്രം മാറ്റാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ബ്ലാക്ക് വെൽ ചിപ്പുകളിൽ പരിശീലനം ലഭിച്ച ആദ്യത്തെ പ്രധാന എഐ മോഡലുകൾ 2026 തുടക്കത്തിൽ വരും. മസ്കിൻ്റെ XAI അവ വലിയ തോതിൽ വിന്യസിക്കുന്ന ആദ്യ കമ്പനികളിൽ ഒന്നാകുമെന്നും ബേക്കർ വിശദീകരിക്കുന്നുണ്ട്. എഐ രംഗത്തെ ഈ മാറ്റം ഗൂഗിളിന് അവരുടെ നിലവിലെ തന്ത്രം ഉപേക്ഷിക്കാൻ നിർബന്ധിതരായേക്കാമെന്നും ഇലോൺ മസ്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായിരുന്നാലും വലിയ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ തന്നെയാണ് ഇലോൺ മസ്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലോൺ മസ്കിനെ കവച്ചു വെക്കാൻ ഗൂഗിൾ എപ്പോഴും ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഇലോൺ മസ്ക് ഇപ്പോഴും ആ രംഗത്ത് പിന്നിലാണ്. എൻവിഡിയ ഒന്നുകൂടിയും വളരെ ശ്രദ്ധയാർന്ന മുന്നോട്ട് പോക്ക് നടത്തിയാൽ എൻവിഡിയക്ക് വലിയ തോതിലുള്ള ഒരു ലോകത്തിൻ്റെ ആധിപത്യം തന്നെ, അല്ലെങ്കിൽ ആ മാർക്കറ്റിൻ്റെ ആധിപത്യം തന്നെ എൻവിഡിയക്ക് കരസ്ഥമാക്കാൻ പറ്റും. കൂടെ എലോൺ മസ്ക് കൂടി നിൽക്കുമെന്നുള്ളതുകൊണ്ട് എന്തൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുന്നതെന്ന് ചോദിച്ചാൽ, ലോകത്ത് മനുഷ്യൻ സഹായമില്ലാതെ എല്ലാ പണികളും എടുക്കാൻ പറ്റുന്ന AI മോഡലുകളെ, അതുപോലെ റോബോട്ട് മോഡലുകളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നിസ്സാരമായ സമയത്ത് പോലും വളരെ പെട്ടെന്ന് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഒരു യന്ത്രം, അഥവാ നമ്മൾ പറയുന്നത് പോലെ റോബോട്ട് ഈ 26 മുന്നേ വരുമെന്നാണ് പറയുന്നത്. 26 ആ ഒരു മാർച്ച് മാസത്തോടു കൂടെ വരുമെന്നാണ് ടെസ്ല അവകാശപ്പെടുന്നത്. എന്തൊക്കെയാണെങ്കിലും കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് സംഭവിക്കുക.